നാരായണ ഭട്ടതിരിപ്പാട് ആരല്ല? ഉത്തമ ഭക്തൻ അല്ല. ഓരോ ദശകം കഴിയുമ്പോഴും പ്രാർത്ഥിച്ചതെന്താ? ആണോ? പിന്നെ നമ്മളൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഓരോ സംഘങ്ങളുണ്ടല്ലോ. എവിടാ? നാരായണീയ സംഘങ്ങളുണ്ട്. ഈ നാരായണീയ സംഘങ്ങൾ ഉള്ളത് എന്തുകൊണ്ടാ? അങ്ങേര് നാരായണീയം എഴുതിയത് കൊണ്ടാണ്. അപ്പൊ പിന്നെ നമുക്ക് ഇച്ചിരി കൂറ് ആരോട് വേണം? അതുകൊണ്ട് ഉത്തമനാണെന്ന് പറയും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ വാതരോഗം വന്നില്ലായിരുന്നുവെങ്കിൽ നാരായണി എഴുതുമോ? ഇല്ല. എന്റെ വാതരോഗം മാറാനാണ് എഴുതിയതെങ്കിൽ അവിടെ ഒരു കാരണമുണ്ടോ? ഉണ്ട്. നേരെ മറിച്ച് പൂന്താനത്തിനെ ഒന്നെടുത്തേ. പൂന്താനം എഴുതിയത് ഒന്നും വേണമെന്നും പറഞ്ഞല്ല. ഇവിടെയാണ് രണ്ട് ഭക്തന്മാരും തമ്മിലുള്ള വ്യത്യാസം. പൂന്താനം ഉത്തമനായ ഭക്തൻ. ഭട്ടതിരിപ്പാട് രണ്ടാമത്തേതിലേ വരൂ, മധ്യമനായിരിക്കുന്ന ഭക്തൻ. കാരണം എന്താ? ഈ ഹേതു അവിടെ വന്നതുകൊണ്ടാണ്. ഭക്തിയോ ഭക്തി തന്നെയാണ്, പക്ഷേ അതിനെ തിരിക്കുമ്പോൾ അവിടെ ഒരു ഹേതു കാണുന്നു. എല്ലാ ദശകത്തിലും പ്രാർത്ഥിക്കുന്ന എന്താ? ആമയാത് അല്ലേ, എന്നെ രോഗത്തിൽ നിന്നും. അപ്പൊ അങ്ങനെയുള്ള മൂന്ന് ഭക്തന്മാർ. പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഭഗവാന് ഈ സൃഷ്ടികളിൽ ഭഗവാന്റെ മായ എന്ന് കേട്ടിരിക്കുന്നു. മായ എന്താണ്? അപ്പൊ മായ എന്താണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ അങ്ങ് പറയാ, ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് കരുതുന്നതിനാണ് മായ. എപ്പോൾ വെയിലത്തോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ നിഴൽ ഉണ്ടാവും അല്ലേ? ആ നിഴലിനെ കണ്ടിട്ട് ഞാൻ പറയും എന്റെ നിഴല, ഞാൻ എന്ന് പറയും. യഥാർത്ഥത്തിൽ നിഴൽ എന്നുള്ളത് ഉണ്ടോ? ഇല്ല. സൂര്യൻ ഉള്ളത് കൊണ്ട് നമുക്ക് ആ സൂര്യൻ പോയി കഴിയുമ്പോൾ നിഴലും ഇല്ല. അപ്പോ നിഴൽ ഉള്ളതായിരുന്നുവെങ്കിൽ സൂര്യൻ പോയാലും അവിടെ കാണണമായിരുന്നു. അപ്പോൾ ആ സൂര്യന്റെ സാന്നിധ്യത്തിൽ നമ്മളിൽ വിളങ്ങുന്ന ഒന്ന് മാത്രമാണ് ഏത്? ഈ മായ. അപ്പൊ ആ പരമപുരുഷന്റെ സാന്നിധ്യത്തിൽ ദൃശ്യമായി തോന്നുന്നതിനെയാണ് ഏത്? മായ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വം ജഗത്ത് എന്ന് പറയുന്നതും ഏതാണ്? മായയാണ്. അതുകൊണ്ട് നിമിനവയോഗി സംവാദം ഈ രണ്ടല്ല മൂന്ന് ചോദ്യവും ഉത്തരവും ഇപ്പൊ കേട്ടാ മതി. അടുത്ത വർഷത്തെ ആചാര്യനോട് ചോദിച്ചിട്ട് അടുത്ത ചോദ്യങ്ങളും ഉത്തരവും പഠിക്കുക. ഇനി വേഗം ഞാൻ അങ്ങോട്ട് പോവാണ്. ഈ നിമിനവയോഗി സംവാദം കഴിഞ്ഞു. അവസാനം ഭഗവാൻ ഉദ്ധവരെ വിളിച്ചു. ഉദ്ധവരെ, ഞാൻ ഇനി അധികകാലം ഉണ്ടാവില്ല. അപ്പോഴേക്കും ഏതാണ്ട് 125 വർഷത്തോടടുത്തു. ആര്? ഭഗവാൻ. ഇനി ഞാൻ എൻ്റെ അവതാരോദ്ദേശങ്ങളെല്ലാം തീർത്തു പോവുകയാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ പോവുകയാണ്. ഈ ഉദ്ധവരെന്ന് പറഞ്ഞാൽ ഉദ്ധവോ ബുദ്ധിസത്തമാന്നാ പറയുക. ഉത്തമൻ ഭഗവാന് തുല്യം ബുദ്ധിയുള്ളവനാണ്. അപ്പൊ പറഞ്ഞു, ഞാൻ ഈ ശരീരം ഉപേക്ഷിച്ചു പോവുകയാണ്. പക്ഷേ എന്റെ തത്വങ്ങളെ നീ ഉണ്ടെങ്കിലേ ഇവിടെ നിൽക്കൂ. എന്തുകൊണ്ട്? യോഗ്യനാണ്. കാരണം ഭഗവാനെ പോലെ തന്മയീ ഭവിച്ച് ജീവിക്കുന്നവനാണ് ആര്? ഉദ്ധവര്. ചെറുപ്പകാലത്തിൽ തൊട്ടേ ഭഗവാന്റെ വിഗ്രഹങ്ങൾ വെച്ച് പൂജിച്ച് വളർന്നു വന്നവനാണ്. അതിനുശേഷം ഭഗവാന്റെ കൂടെ കൂടിയ പിന്നെ ഭഗവാൻ കഴുത്തിൽ അണിഞ്ഞ മാല പിറ്റേ ദിവസം ഇട്ടുകൊണ്ട് നടക്കുന്നവനാണ് ആര്? നിർമ്മാല്യം. ഭഗവാൻ കഴിച്ചതിന്റെ ഉച്ഛിഷ്ടം മാത്രമേ ആര് കഴിക്കൂ? അത്രയ്ക്ക് ഭഗവാനുമായി തന്മയി ഭവിച്ചു നടക്കുന്നവനാണ്. അങ്ങനെയുള്ള ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്. അപ്പൊ പറഞ്ഞു, ഭഗവാനെ ഞാനും വരിക, നിന്നെ എന്റെ കൂടെ ഇപ്പൊ കൊണ്ടുപോയില്ല. നീ ഇവിടെ ഉണ്ടാവണം. നീ ഇവിടെ ഉണ്ടായിട്ട് എന്റെ തത്വങ്ങളെ ലോകത്തിന് പ്രദാനം ചെയ്യാനായിട്ട് എന്താണ് മറ്റുള്ളവരെ ഉപദേശിച്ച് ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ചോദിച്ചത്, ഈ ആളുകൾ ഈ സംസാരത്തിൽ പിറന്നവര് ഈ ഭൗതികമായ വിഷയത്തിൽ പെട്ടെന്ന് മുങ്ങി നടക്കുമ്പോൾ ഈ സംസാരത്തിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ ഈശ്വരനെ ഭജിക്കുവാനായിട്ട് സാധിക്കും? കാരണം എന്താ? നമുക്ക് പോലും ഇപ്പോ ഇവിടെ സപ്താഹം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും എത്ര ദിവസം സ്ഥിരമായിട്ട് കുറച്ചു പേര് വന്നില്ല എന്ന് ഞാൻ പറയണില്ല. അല്ലാതെ ചില ആളുകളൊക്കെ ഇടയ്ക്കും പഴയ്ക്കും ഒക്കെ അല്ലേ വന്നുള്ളൂ. എന്താ കാര്യം? വീട്ടിലേതായിരിക്കുന്ന ചില വിഷയങ്ങൾ വരുമ്പോൾ
നമ്മൾ അതിൽ എൻഗേജ്ഡായി പോകുന്നു. അപ്പൊ ഏത് മാറ്റിവെക്കും? ബാക്കിയുള്ളവരും വീടും ഭർത്താവും മക്കളും ഒക്കെ ഉള്ളവരാ. അവരും ഇവിടെ വന്നിരുന്നു. എന്തുകൊണ്ടാ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന. നമുക്ക് മനസ്സിൽ ആ തരത്തിലുള്ള ചിന്ത, ആഗ്രഹം വന്നാല് വീട്ടിലെ കാര്യം ഏതായാലും 365 ദിവസം എവിടുത്തെ കാര്യമാണ് ചെയ്യുന്നത്. ഒരു 7 ദിവസം നമ്മൾ മാറിയുന്നോണ്ട് അവിടെ എന്തോ മലമറിയാനാ? ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടേലേ അവിടെ ഇത് നടക്കൂ എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചതാ. നമ്മളില്ലെങ്കിലും നമ്മുടെ ശരീരം പോയി കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ നടക്കോ ഇല്ലയോ എന്നാ ചോദ്യം. നടക്കും. പിന്നെ നമ്മളെന്താ? നമ്മൾ സ്വയം അങ്ങ് അതിലേക്ക് അങ്ങ് ഒട്ടിപ്പോയി ഈ ഒട്ടല് വിടാനായിട്ട് ഈ പരിപാടികളൊക്കെ നടത്തുന്നതാ. പക്ഷേ എന്ത് ചെയ്യാനോ, വരത്തില്ല. അതുകൊണ്ട് അടുത്ത കൊല്ലം നടക്കുവാണെങ്കിൽ രാവിലെ എല്ലാവരും ഇങ്ങ് പോന്നേക്കണം. മനസ്സിലായല്ലോ? ഉണ്ടെങ്കിൽ അതവന് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേറെ നോട്ടീസ് എത്ര വേണം? ഞാൻ തരാം. 1 വർഷത്തെ നോട്ടീസ് ഞാൻ തരാം, എന്റെ തന്നെ. അപ്പോഴ പ്രാർത്ഥിക്കുന്നില്ലേ? അത് ശരി, അതും ഒരു കാര്യം, ന്യായം. എന്നാലും നോക്കിയിട്ടില്ല, ഉടനെ ഒന്നും കാണുന്നില്ല. ഏതായാലും ആഗ്രഹം ഭഗവാൻ അത് നമ്മൾക്ക് ആർക്കും നിശ്ചയിക്കാൻ പറ്റും. ഏതായാലും കാരണം എന്താ? ഈ ഗാർഹസ്ഥ്യത്തിൽ വന്നു കഴിയുമ്പോൾ ചില ബന്ധനങ്ങൾ എന്നെ ഏതിൽ നിന്നും അകറ്റുന്നു. അപ്പോ ഉദ്ധവർ ചോദിച്ചു, ഭഗവാനെ ഇങ്ങനെയുള്ള ബന്ധനത്തിൽ കഴിയുമ്പോൾ എങ്ങനെ ഒരുത്തന് ഈശ്വര ചിന്ത ചെയ്യാൻ സാധിക്കും? അപ്പൊ അവിടെ വെച്ച് പറഞ്ഞു, പണ്ട് ഞങ്ങളുടെ വംശത്തിൽ ഒരു യദു ഇതേപോലെ അവധൂതനായി നടന്നിരുന്നു. ഈ വിഷയങ്ങളിലൊന്നും ഒരു താല്പര്യവും ഇല്ലാതെ ഇങ്ങനെ സ്വതന്ത്രനായി നടക്കുന്നു. അപ്പോഴാണ് ഞാൻ ആ യദുവിനെ കണ്ടപ്പോൾ ഭഗവാൻ പറയാണ്, ഞാൻ ചോദിച്ചു, അല്ലയോ മഹാനുഭാവ, അങ്ങേക്ക് എങ്ങനെ ഈ സംസാരത്തിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നു? കാരണം എന്നിട്ട് അവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു അതിഭയങ്കരമായ കാട്, ആ കാട്ടിൽ കാട്ടുതീ പടർന്നു പിടിക്കും. ഈ കാട്ടുതീയിൽപ്പെട്ട് ചാകാനായിട്ട് തൊരുങ്ങുമ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ഒരു ആന അതിന്റെ നടുക്കുള്ള ഒരു പൊയ്കയിൽ ഇറങ്ങി ആ വെള്ളത്തിൽ കിടന്ന് സുഖം അനുഭവിച്ചുകൊണ്ട് കിടക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം പ്രാണരക്ഷാർത്ഥം ഓടുന്നു. അതേപോലെ അങ്ങേക്ക് എങ്ങനെ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഏതാ കാട്? ഈ സംസാരം. ഈ സംസാരത്തിലുള്ള സകല ആളുകളും ഓരോരോ വിഷയം എങ്ങനെ ഈ സംസാരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ വിട്ട് അങ്ങേക്ക് ജീവിക്കാൻ മനസ്സിൽ കാര്യം പിടികിട്ടിയോ? ഈ സംസാരത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ വേണം ആരെ അറിയാൻ? ഭഗവാനെ അറിയാൻ. അപ്പൊ മറ്റുള്ളവര് കർമ്മകാണ്ഡത്തിൽപ്പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒന്നും ഒരു കുഴപ്പങ്ങളും ബാധിക്കാതെ അങ്ങിങ്ങനെ എങ്ങനെ അവധൂതനായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അത് ഞാൻ ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പഠിച്ചു. ആ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് 24 വിഷയങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ആ 24 വിഷയങ്ങളും എന്റെ ഗുരുക്കന്മാരാണ്. അതുകൊണ്ട് അവരെ ഞാൻ എന്റെ ഗുരുവായിട്ട് സ്വീകരിച്ചു. അവരിൽ നിന്നും ചില മൂല്യങ്ങൾ ഞാൻ പഠിച്ചത് എന്റെ ജീവിതത്തിൽ ഞാൻ എന്താക്കി? പ്രയോഗിച്ചു. അതുവഴി എനിക്ക് ഈ വിഷയങ്ങളെ ഒന്നും ബാധിക്കാതെ നടക്കാൻ സാധിക്കും. ഇത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആട്ടെ, ആ 24 വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ആദ്യം പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ നിന്നും ഒരു കാര്യം പഠിച്ചു. അതുകൊണ്ട് ഭൂമി ആരാ? എന്റെ ഗുരുവാണ്. എന്താണ് ഞാൻ ഭൂമിയിൽ നിന്നും പഠിച്ചത്? ഭൂമിക്കൊരു പര്യായമുണ്ട്. എന്താ? ക്ഷമ. ഭൂമിയിൽ നിന്നും ഞാൻ പഠിച്ചത് എന്താണ്? ക്ഷമയാണ്. അപ്പോൾ ഈശ്വരനെ അറിയേണ്ടുന്നവൻ ആദ്യം, അല്ലെങ്കിൽ ഈശ്വരനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ, അവൻ ആദ്യം വേണ്ടത് എന്താ? ക്ഷമയാ. അത് നമുക്കുണ്ടോ? ഇവിടെ ഇരിക്കുന്നവർക്ക് ക്ഷമയുണ്ടോ എന്നാ ചോദ്യം. ഉണ്ട്. ഇന്ന് 1:30 ആയിട്ടേ ഊണ് വിളമ്പുള്ളൂ. അപ്പൊ അറിയാം ക്ഷമയുണ്ടാവുമെന്ന്. അപ്പോ എന്താണ് എന്ന് പറഞ്ഞാൽ ഭൂമിയോളം ക്ഷമിക്കുക. എന്ത് വിഷയങ്ങൾ ഉണ്ടായാലും
വികാരം കൊള്ളാതിരിക്കുക. അങ്ങനെ ഒരാള് ഭൂമിയിൽ നിന്നും ക്ഷമ പഠിച്ചാൽ ആ ഭൂമി എന്റെ എന്തായി? ഗുരുവായി. ഇപ്പൊ നമുക്കിപ്പോ ഭൂമിയിൽ നിന്നും ക്ഷമ പഠിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ കുലുക്കാൻ തുടങ്ങിയോണ്ട് ഭൂമിക്കും എന്ത് കേട്ടു? ക്ഷമ കേട്ടു. ഞാനൊരു തവണ പഠിച്ചു. എന്റെ പെങ്ങടെ മക്കള് കുറെ കാലം അവിടെ താമസിച്ചു വീട്ടിൽ നിന്നാ പഠിച്ചതും ഒക്കെ. അവരൊക്കെ വലിയ പിള്ളേരായി. ഒരുത്തൻ ഡോക്ടറായി, ഒരുത്തൻ MBA കഴിഞ്ഞ വലിയ കമ്പനിയിൽ ജോലിയായി. അവൻ കുഞ്ഞായിരുന്നപ്പോ പിച്ച വെച്ച് നടക്കുന്ന പ്രായം. ഏറ്റവും രണ്ടാമനെയായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അവനെ ഞാൻ താഴെ വെക്കില്ല, അങ്ങനെ കൊണ്ടു നടന്നതാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ ഭക്തപ്രിയ എന്ന് പറഞ്ഞൊരു മാഗസിനില് ഒരു നല്ലൊരു ലേഖനം എഴുതി. രാമായണത്തിന്റെ എന്താണ് ആധുനിക പശ്ചാത്തലം എന്ന് പറഞ്ഞ ഞാനൊരു ലേഖനം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി. ഞാനിത് ഭക്തപ്രിയക്ക് അയച്ചു. ഭക്തപ്രിയയിൽ അത് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഇരുന്നപ്പോ എവിടുന്നോ, ബോംബെന്നോ മറ്റോ ഒരാള് ഈ ലേഖനം വായിച്ച് ഇഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു പാഴ്സൽ അയച്ചു. മറ്റൊന്നുമല്ല, അന്നത്തെ വില കൂടിയ ഒരു പേനയായിരുന്നു പാർക്കർ പെൻ, അതിന്റെ പശി ഉൾപ്പെടെ. അന്നത് വലിയ വിലയുള്ള. അപ്പൊ എന്നോട് പറഞ്ഞു അദ്ദേഹം, ഇനി ലേഖനങ്ങൾ ഇതുകൊണ്ട് എഴുതണം, എന്റെ സന്തോഷത്തിന് അയച്ച എന്തൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ എല്ലാരെയും കാണിച്ചു, കണ്ടോ എന്റെ ലേഖനത്തിന് കിട്ടിയ പ്രതിഫലമാണെന്ന് പറഞ്ഞൊക്കെ അവിടെയൊക്കെ വെച്ചു. ഒരു മനുഷ്യരെ കൊണ്ട് ആ പേന ഞാൻ തൊടിയിക്കത്തില്ല. ഒരു ദിവസം എന്തോ എഴുതിയിട്ട് ഞാൻ എന്റെ ടേബിളിൽ മുറിയിൽ ഇത് വെച്ചിട്ട് ഞാൻ കോട്ടയത്തിന് പോയി. വൈകുന്നേരം തിരിച്ചു വന്നപ്പം പേനായുടെ പുറത്ത് മുഴുവൻ മഷിയിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇതാരോ തുറന്നു ഉപയോഗിച്ചു. നോക്കിയപ്പോ എന്റെ നെഞ്ചു പിടഞ്ഞു പോയി. അതിന്റെ നിബ് ഇങ്ങനെ വളഞ്ഞിരിക്കുക. ഇത് പ്രയോഗിച്ചത് ആരാ? ഈ ആശാന, 2 or 3 വയസ്സുള്ളവന്. പോട്ടെ, അവൻ ഇരുന്ന് എഴുതിയത് എവിടാ? തറയില്. ഇത് കണ്ടെനിക്ക് സഹിച്ചില്ല. വെളിയിലോട്ടിറങ്ങി ഒരു മുല്ലയുടെ വടി ഇങ്ങോട്ട് ഓടിച്ചോണ്ട് വന്ന് 3 വയസ്സേ ഉള്ളൂ. അടിക്കാനായിട്ട് അങ്ങോട്ട് ഓങ്ങി ഇതിനെ പിടിച്ചു, കയ്യിൽ ഇങ്ങനെ പിടിച്ചു. അടിക്കാൻ വീശിയപ്പോഴും അവൻ ചിരിച്ചോണ്ട് നിൽക്കുക. കാരണം എന്താ? അവനറിയാൻ അവൻ ചിരിച്ചോണ്ട് ഈ ഓങ്ങിയിട്ടും അവൻ അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ വടി എടുത്ത് കളഞ്ഞിട്ട് ഞാൻ അവനെ തോളെ എടുത്തിട്ട് ഉമ്മയും കൊടുത്തോണ്ട് പോയി. ഇപ്പൊ ഞാൻ എന്തു പഠിച്ചു? അപ്പൊ എന്റെ ഗുരു ആരാ? ഇപ്പൊ അവനാ. മനസ്സിലായോ? ഞാൻ ക്ഷമിക്കാൻ. അപ്പൊ നമുക്ക് ലൗകികമായിട്ട് നിരവധി സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ നിന്നൊക്കെ നമ്മളത് ആർജിച്ചെടുക്കണം. അതുകൊണ്ട് അതായി ഇപ്പൊ ഭൂമി 1. ഇനി മറ്റൊന്ന് ഞാൻ പഠിച്ചത്, ഈശ്വര ഭക്തനാണെങ്കിൽ, എല്ലാം ഒന്നും പറയുന്നില്ല കേട്ടോ, ഈശ്വര ഭക്തനാണെങ്കിൽ എപ്പോഴും എങ്ങനെ നടക്കാവൂ? ഒറ്റയ്ക്ക് നടക്കാവൂ, കൂട്ടം കൂടി നടക്കരുത്. 2 പേരും ആവണ്ടെന്നാ പറഞ്ഞ. കാരണം 2 പേരായാൽ അപ്പൊ പിന്നെ സംസാരിക്കുന്നത് ആരെ കുറിച്ചായിരിക്കും? ഈശ്വരനെ കുറിച്ച് ആയിരിക്കില്ല. അതുകൊണ്ട് അമ്പലത്തിലേക്ക് പോകുമ്പോഴും എങ്ങനെ പോകാവൂ? തിരിച്ചു പോകുമ്പോഴും ഒറ്റയ്ക്കായിരിക്കണം. വഴിയിൽ കണ്ടവരെ കുനിഞ്ഞു പൊക്കോണം. കാരണം എന്താ? അന്നേരം അമ്പലത്തിൽ നിന്ന് വരുന്നയാള് സംസാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നയാള് ഏതായാലും അയലോക്കക്കാരന്റെ കാര്യങ്ങളായിരിക്കും, അതിനിടെ ഉണ്ടാവരുത്. അത് ഞാൻ പഠിച്ചത് ഒരു കന്യകയിൽ നിന്നാണ്. അതുകൊണ്ട് കന്യക എന്റെ ഗുരുവാണ്. എന്താണ്? ഒരു കന്യക, അവളെ വീട്ടിൽ കഴിയുക, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോഴാണ് യാദൃച്ഛികമായിട്ട് അവിടെ വീട്ടിൽ പെണ്ണ് കാണാൻ കുറെ ആളുകൾ എത്തി. വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ല. വന്നവർക്ക് ചായയും കടിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അകത്ത് കയറി നോക്കിയപ്പോൾ കടിക്കാനുള്ള ഒന്നുമില്ല. എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണം. പൊടിയൊന്നും നോക്കിയിട്ടില്ല. ഉടൻ തന്നെ കുറച്ച് ധാന്യം എടുത്തിട്ട് ആ ഒരലിനകത്തിട്ടിട്ട് ഇടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കൈ നിറയെ കുപ്പിവളകളായിരുന്നു. ഈ കുപ്പിവളകളെല്ലാം കൂടെ കൂട്ടിയിടിക്കാൻ തുടങ്ങി. അപ്പൊ ശബ്ദം കേട്ടാൽ വെളിയിലിരിക്കുന്നവർക്ക് മനസ്സിലാവും എന്തോന്ന്, ഇവിടെ ഒലക്ക എടുത്തിട്ടേ ഉള്ളെന്ന്. അവര് പോവും. അതുകൊണ്ട് ഇവളെന്ത് ചെയ്തു? 2 കൈയിലെയും ഈ 2 വളകൾ ഇട്ടുകൊണ്ട് ബാക്കിയെല്ലാം ഊരി എന്നിട്ടിടിച്ചു. അപ്പോഴും 2 വളകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അപ്പോഴും ശബ്ദമുണ്ടായി. അപ്പോ ഓരോന്നൂടെ ഊരി വെച്ചു. ഇപ്പോ ഇടിച്ചു, എന്തില്ല. അപ്പോൾ അതീന്ന് മനസ്സിലായി ഒറ്റയ്ക്ക് നടക്കാവൂ എന്ന് ഞാൻ ആരിൽ നിന്നും പഠിച്ചു? അതുകൊണ്ട് കന്യക ആരാണ്? എന്റെ ഗുരുവാണ്. മറ്റൊന്ന് ഞാൻ പഠിച്ചത് ഒരു മീനിൽ നിന്നാണ്. അതെന്താണ് മീനിൽ നിന്നും പഠിച്ചത്?
അവിടെ ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം പറയുക. മീനിൽ നിന്നും പഠിച്ചത് ഈ തോടുകളിൽ ഇരുന്ന് മീൻ പിടിക്കുന്നവരെന്ത് ചെയ്യും? ചൂണ്ടയിടും. ചൂണ്ടയിടുമ്പം ഇതിലെന്തെങ്കിലും ഇര കോർത്തിട്ടായിരിക്കും അങ്ങോട്ടിടുന്നത്. ചില മീനുകൾ വന്നിട്ട് ഇതിൽ തട്ടിയിട്ട് അങ്ങ് പോകും. ചിലവർ ഇങ്ങോട്ട് വന്നിട്ട് ഒരു തട്ട് തട്ടിയിട്ട് ആ ശകലം സ്വാദ് കിട്ടിക്കഴിയുമ്പം നേരെ ഇങ്ങോട്ട് വരും. ഒറ്റ വെട്ടും. വെട്ടുന്ന കൂട്ടത്തിൽ തന്നെ വലിക്കും. കരയ്ക്ക് നിൽക്കുന്നവൻ തോണ്ടി വെളിയിലിടും. അതോടുകൂടി അവന്റെ പണി തീർന്നു. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, ഈ ഈശ്വരാന്വേഷണം നടത്തുന്നവൻ നാവിന്റെ രുചിയേറിപ്പോയാൽ അവന് നാശമായിരിക്കുമെന്ന് ആരിൽ നിന്നും പഠിച്ചു? മീനിൽ നിന്നും പഠിച്ചത് കൊണ്ട് മീൻ എന്റെ ഗുരുവാണ്. മറ്റൊന്ന് ഞാൻ പഠിച്ചത് മാനിൽ നിന്നാണ്. എന്താണ് മാനിൽ നിന്നും പഠിച്ചത്? അത് മറ്റൊന്നുമല്ല, മാനിനെ പിടിക്കുന്നവര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വലിയ റേഡിയോയിലോ മറ്റേതെങ്കിലും തരത്തിലോ പാട്ടൊക്കെ വെക്കും. ഈ വരുന്ന മാൻ, ഓടി വരുന്ന മാൻ പാട്ട് കേൾക്കുമ്പോൾ കാതു കൂർപ്പിച്ചിങ്ങനെ നിൽക്കും. ആ ശ്രദ്ധയിൽ നിൽക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന വേടൻ എന്ത് ചെയ്യും? അമ്പെയ്ത് അവനെ കൊല്ലും. എന്തുകൊണ്ട് പറ്റി? കാതിന്റെ സുഖം തേടി അതിലേക്ക് പോയപ്പോൾ നാശമാണ് സംഭവിക്കുക എന്ന് മാനിൽ നിന്ന് പഠിച്ചത് കൊണ്ട് മാനന്റെ ഗുരുവാണ്. മറ്റൊന്ന് ഞാൻ പഠിച്ചത് പിടിയാനയിൽ നിന്നാണ്. ഉപസ്ഥത്തെ, കർമ്മേന്ദ്രിയത്തിലെ ഉപസ്ഥത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടത്തിൽപ്പെടും എന്ന് ഞാൻ ആരിൽ നിന്നും പഠിച്ചു? ആനയിൽ നിന്നും പഠിച്ചു. അതെങ്ങനെയാണ്? ഒരു കൊമ്പനാന കാട്ടിലൂടെ പോവുകയാണ് സ്ഥിരമായിട്ട്. ആനത്താര എന്ന് പറയുക. ഈ ആനത്താര മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഭാഗത്ത് വലിയ വാരിക്കുഴി ഉണ്ടാക്കി ആളുകൾ വെക്കും ആനയെ പിടിക്കാൻ. പക്ഷെ എപ്പോ ആനയെ പിടിക്കാൻ നിർത്തിയാലും കാട്ടിൽ കൂടെ പോകുന്ന കൊമ്പനാന എപ്പോഴും തന്റെ കയ്യിൽ, അല്ലെങ്കിൽ ആനകൾ തന്റെ കൈയുടെ തുമ്പിക്കൈയിൽ ഒരു നീണ്ട കമ്പ് വെക്കും. പോകുന്നതിന് മുമ്പോട്ട് പോകും തോറും ഇങ്ങനെ കമ്പ് കൊണ്ട്, തുമ്പിക്കൈ കൊണ്ട് തോണ്ടിയേ പോവുള്ളൂ. ആ തോണ്ടലിൽ അവനറിയാം വാരിക്കുഴി ഉണ്ടോ ഇല്ലയോന്ന്. പക്ഷേ പിടിക്കാൻ വരുന്നവർ പിടിയാനയെ കൊണ്ട്, എന്ന മതജലമൊഴുക്കുന്ന പിടിയാനയെ കൊണ്ട് ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടുപോയി കെട്ടും. തുമ്പിക്കൈ കൊണ്ട് മണം പിടിക്കും. ആര്? കൊമ്പനാന. ഇന്നടത്ത് പിടിയാന ഉണ്ട് എന്ന് കാണുമ്പോൾ കയ്യിലിരിക്കുന്ന കമ്പെടുത്ത് കളഞ്ഞിട്ടോ ഓട്ടം ഓടുന്ന വഴിയിലായിരിക്കും എന്തുള്ളത്? അതിച്ചെന്ന് വീഴും. പിന്നെ അവന് രക്ഷയില്ല. അപ്പോൾ പിടിയാനയുടെ പുറകെ കണ്ണുമടച്ചോടിയാൽ ആനയ്ക്ക് മാത്രമല്ല. മനസ്സിലായല്ലോ? അത് ഞാൻ ആനയിൽ നിന്നും പഠിച്ചത് കൊണ്ട് ആന എന്റെ ഗുരുവാണ്. മറ്റൊന്ന് ഞാൻ പഠിച്ചത് പെരുമ്പാമ്പിൽ നിന്നാണ്. അജഗരം. എന്താണ് പഠിച്ചത്? പെരുമ്പാമ്പിന് ഒരു സ്വഭാവമുണ്ട്. അവൻ അങ്ങനെ ഇര തേടിയൊന്നും പോവില്ല. അവൻ അങ്ങനെ ഒരിടത്ത് കിടക്കും. അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും കോഴിയോ പശുവോ പട്ടിയോ എന്തെങ്കിലും ചെല്ലും. അവനെ പിടിച്ചൊരു ഒറ്റ വിഴുങ്ങും. എന്നിട്ട് ഏതെങ്കിലും വേരിന്റെ അടി അങ്ങനെ ഇരിക്കും. പിന്നെ അവൻ അതെല്ലാം ദഹിച്ച് അടുത്ത ജന്തു വരുന്നവരാ കിടപ്പ് കിടക്കും. ഇതേപോലെ വേണം ഒരു ഈശ്വരാന്വേഷകൻ. എന്താണ്? ഭക്ഷണത്തെ തേടി ഇങ്ങനെ ഏത് സമയം പോകരുത്. യാദൃച്ഛികമായി കിട്ടുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം ജീവിക്കേണ്ടത് എന്ന് ഞാൻ പെരുമ്പാമ്പിൽ നിന്ന് പഠിച്ചത് കൊണ്ട് എന്താണ്? പെരുമ്പാമ്പന്റെ ഗുരുവായി. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്കറിയാം നിങ്ങൾക്കും പെരുമ്പാമ്പ് ഗുരുവായോന്ന്. ഇങ്ങോട്ട് ഓടാതിരുന്ന. പിന്നെ മറ്റൊന്ന് പഠിച്ചത് ഞാൻ സൂര്യനിൽ നിന്നുമാണ്. എന്താണ്? സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ സൂര്യന്റെ പ്രതിബിംബം എല്ലാ സ്ഥലത്തും പതിയും. അത് ഓടയിലെ വെള്ളമായാലും ശരി, കിണറ്റിലെ വെള്ളമായാലും ശരി, കുളത്തിലായാലും ശരി, സമുദ്രത്തിലായാലും വലുതിലായാലും ചെറുതിലായാലും എല്ലായിടത്തും ആരുടെ പ്രതിബിംബം ഉണ്ടാവും? സൂര്യന്റെ പ്രതിബിംബം ഉണ്ടാവും. ഇതിൽ നിന്ന് ഞാനൊരു കാര്യം പഠിച്ചു. സൂര്യനെ സംബന്ധിച്ചിടത്തോളം വലിപ്പ ചെറുപ്പമൊന്നും ഇല്ല. ഇതുപോലെയാണ് ഭഗവാൻ എല്ലായിടത്തും ഒരുപോലെ കുടികൊള്ളുന്നവനാണ് എന്ന് ഞാൻ സൂര്യനിൽ നിന്നും പഠിച്ചത് കൊണ്ട് സൂര്യൻ എന്റെ ഗുരുവായി. അതുകൊണ്ട് എല്ലാത്തിലും സൂര്യന്റെ പ്രതിബിംബം തന്നെയാണ് ഉള്ളതെന്നും മനസ്സിലാക്കിയത് കൊണ്ട് സകല ചരാചരങ്ങളിലും ആ ഈശ്വര ചൈതന്യം ഉണ്ട് എന്ന് ഞാൻ സൂര്യനിൽ നിന്നും പഠിച്ചു. അതുകൊണ്ട് സൂര്യൻ എന്റെ ഗുരുവാണ്. മറ്റൊന്ന് ഞാൻ പഠിച്ചത് ചന്ദ്രനിൽ നിന്നാണ്. എന്താണ്? വെളുത്ത പക്ഷത്തിൽ നിന്നും കറുത്ത പക്ഷത്തിലേക്ക് പോകുമ്പോൾ ചന്ദ്രന്റെ കലകൾക്ക് എന്തുണ്ടാവും? കുറവ് വരും. പിന്നെ കറുത്തവാവിൽ നിന്ന് വെളുത്തുവാവിലേക്ക് വരുമ്പോഴോ വൃദ്ധിക്ഷയം ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ചന്ദ്രനാണോ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്? അപ്പൊ ചന്ദ്രന്റെ കലകൾക്കാണ്.
മനസ്സിലായി? അപ്പൊ ചന്ദ്രനല്ല വൃത്തിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ചന്ദ്രന്റെ കലകൾക്കാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതേപോലെ എന്റെ ഉള്ളിലുള്ള ചൈതന്യത്തിന് വൃത്തിക്ഷയങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നജായതേ മ്രിയതേ വാഗദാജൻ നായം ഭൂത്വ ഭവിതാവാ നഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ഹന്യതേ ഹന്യ മാനേശ്വരീരേ എന്ന് ഗീത. ഈ ആത്മചൈതന്യം എല്ലാത്തിലും ഒരുപോലെയാണ്. പിന്നെ വൃത്തിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് ഏതിനാണ്? ഈ ശരീരത്തിനാണ്. കലകൾക്ക് സംഭവിച്ചതുപോലെ ഈ ശരീരത്തിനാണ് വലിപ്പക്കുറവുകൾ, കൂടുതലും കുറവുകളൊക്കെ ഉണ്ടാകുന്നത്. ചന്ദ്രനിൽ നിന്ന് പഠിച്ചത് കൊണ്ട് ചന്ദ്രൻ ആരാണ്? എന്റെ ഗുരുവാണ്. പിന്നെ മറ്റൊന്ന് പഠിച്ചത് ഈയാമ്പാറ്റയിൽ നിന്നാണ്. എന്താണ്? മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് ഞാൻ പഠിച്ചു. മിന്നിങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈയാമ്പാറ്റ പെട്ടെന്നുണ്ടായി അവിടെ എവിടെങ്കിലും ഒരു തീ കത്തുന്നത് കണ്ടാൽ അത് തിന്നാനുള്ള സാധനമാണെന്ന് കരുതി അങ്ങോട്ട് ചെല്ലും. അടുത്ത നിമിഷം തന്നെ ചിറകരിഞ്ഞ് അതിൽ വീണ് ചാകും. അതുകൊണ്ട് തിളങ്ങുന്നതെല്ലാം കണ്ടുകൊണ്ട് അതിന്റെ പിന്നാലെ പോയാൽ, കണ്ണിന്റെ ആ ശ്രദ്ധയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവുമെന്ന് ഈയാമ്പാറ്റയിൽ നിന്ന് പഠിച്ചത് കൊണ്ട് ഈയാമ്പാറ്റ എന്റെ ഗുരുവാണ്. അങ്ങനെ പറഞ്ഞു. വേറെ ഇനി എന്താണ്? ഓരോന്നിങ്ങനെ പറഞ്ഞു വരികയാണ്. കപോതം, ഒരു പ്രാവിൽ നിന്ന് ഞാൻ പഠിച്ചു. എന്താണ് പ്രാവിൽ നിന്നും പഠിച്ചത്? വേറൊന്നുമല്ല, ഒരു കുടുംബമായി കഴിയുന്ന പ്രാവുകളും ഒക്കെ രാവിലെ തള്ളപ്പക്ഷിയും തന്തപ്പക്ഷിയും തീറ്റ തേടിപ്പോയി. ഈ സമയത്താണ് ഒരു വേടൻ വന്ന് ഒരു വലയിട്ടു, തീറ്റയൊക്കെ ഇട്ടു. ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു? ഈ പക്ഷി കുഞ്ഞുങ്ങൾ നേരെ ആ തീറ്റയിലേക്ക് ചാടി വീണു. അങ്ങനെ വലയിൽ പെട്ടുപോയി. അമ്മ പക്ഷി വന്നപ്പോ കാണുന്നത് എന്താ? തന്റെ കുഞ്ഞുങ്ങൾ വലയിൽ പെട്ടുപോയി. എന്റെ മക്കൾ എന്നുള്ള ചിന്ത എന്റേത് വന്നു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള ആവേശത്തോടുകൂടി തള്ളപ്പക്ഷിയും എന്തു പറ്റി? അതിനകത്തിയാടി. അങ്ങനെ അവളും പിന്നാലെ ആരുമെത്തി? ആൺപക്ഷിയും എത്തി. അവനും ഇതുപോലെ വീണു. അതുകൊണ്ട് അനാവശ്യമായ എന്റേതെന്നുള്ള ചിന്ത വന്നാൽ അവിടെയും നാശമായിരിക്കും ഫലം എന്ന് ഞാൻ കപോതത്തിൽ നിന്ന് പഠിച്ചതുകൊണ്ട് കപോതം എന്റെ ഗുരുവാണ്. വേറൊന്ന് പഠിച്ചത് ഞാൻ ഒരു വേശ്യാസ്ത്രീയിൽ നിന്നാണ്. വിദേഹ നഗരത്തിൽ പിങ്കള എന്നു പേരുള്ള ഒരു വേശ്യ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇവൾ ആളുകളെ ആഗ്രഹിച്ചിരിക്കും. ആളുകൾ വരും, പണം വാങ്ങും. അങ്ങനെയാണ് അവള് കഴിഞ്ഞത്. ഒരു ദിവസം അവള് വേണ്ട വിധത്തിൽ അണിഞ്ഞൊരുങ്ങി ആളുകളെ കാത്തിരുന്നു. ആ ദിവസം ആരും വന്നില്ല. അടുത്ത ദിവസവും അതേപോലെ കാത്തിരുന്നു, ആരും വന്നില്ല. 3-4 ദിവസം ഇരുന്നിട്ട് ഒരാളും വരാതിരായി. അടുത്ത ദിവസം ഒന്നും ഒരുങ്ങി ഒന്നും നിന്നില്ല, അന്നും ആള് വന്നില്ല. അന്ന് പക്ഷെ അവക്ക് ദുഃഖമൊന്നും ഉണ്ടായില്ല. കാരണം എന്താ? ആള് വരുമെന്നുള്ള ആഗ്രഹമൊക്കെ അപ്പോഴേക്കും പോയി. അതിൽ നിന്നും വേശ്യ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം, ആഗ്രഹം ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ സുഖം എന്ന് പിങ്ങള പറയുന്നത് കേട്ടപ്പോൾ ആ വേശ്യാസ്ത്രീയിൽ നിന്ന് അതും ഞാൻ പഠിച്ചു. അതുകൊണ്ട് ആ വേശ്യാസ്ത്രീ എന്റെ ഗുരുവാണ്. എല്ലാം ഒന്നും പറഞ്ഞില്ലെന്നാ എനിക്ക് തോന്നണേ. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് എന്താണ്? വേട്ടാഗുളികനിൽ നിന്ന് പഠിച്ചു. വേട്ടാഗുളികനിൽ നിന്ന് പഠിച്ച എന്താ? ഒരു വിഷയത്തിലും ശ്രദ്ധയോടുകൂടി അതുമായിട്ട് ഇരുന്നാൽ പിന്നെ അതായി മാറുമെന്ന് വേട്ടാഗുളികനിൽ നിന്നും പഠിച്ചു. എന്താണ്? ഞാൻ പറഞ്ഞു, ഒരു പുഴുവിനെ പിടിച്ചുകൊണ്ടുവന്ന് ദ്വാരത്തിൽ വെച്ചിട്ട് ഒരു വേട്ടാഗുളികൻ എന്ത് ചെയ്യും? ഇരുന്ന് മൂളും. അവസാനം അതിനെ നോക്കി കണ്ട് അതിനിൽ തന്നെ തന്മയീഭവിച്ച് ഈ പുഴുവാരായി മാറി. അതുകൊണ്ട് നമ്മളും കൂടുതലായിട്ട് ഒരു വിഷയത്തെ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ രൂപത്തിലേക്ക് മാറിപ്പോവും എന്നുള്ളത് ഞാൻ പഠിച്ചു. മറ്റൊന്ന് ഞാൻ പഠിച്ചത് തേനീച്ചയിൽ നിന്നാണ്. അതെന്താണ്? തേനീച്ചയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. സകല പൂക്കളിൽ നിന്നും എന്തുണ്ടാവും? തേൻ പെറുക്കിക്കൊണ്ട് വന്നാൽ അത് റബ്ബറിലെ കാണും, ചെമ്പരത്തിയില കാണും, ചെത്തിയില കാണും. ഇതെല്ലാം കൊണ്ടുവന്ന് കൂട്ടി വെക്കും. ഒരു തരി പോലും ആര് കുടിക്കുകയല്ല ഈ തേനീച്ച. ഇവനിങ്ങനെ കൂട്ടി വെച്ച് വലിയ അട്ടയാക്കി വെക്കും. അപ്പോൾ ആയിരിക്കും ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഒന്നുകിൽ തീ വെക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ തേനീച്ചകളെ ഓടിച്ചു വിട്ടിട്ട് ആ തേൻ മുഴുവൻ കവർന്നു കൊണ്ടുപോകും. അതുകൊണ്ട് ഞാനൊരു കാര്യം പഠിച്ചു. ഭഗവാന്റെ ഭക്തന്മാരാണെങ്കിൽ ഒന്നും കൂട്ടി വെക്കാൻ
അപ്പൊ ATM കാർഡൊക്കെ ഇങ്ങ് തന്നേക്കണം. കൂട്ടി വെക്കാൻ പാടില്ല എന്ന് ആരിൽ നിന്നും പഠിച്ചു? അതുകൊണ്ട് തേനീച്ച എന്റെ ഗുരുവാണ്. ഇങ്ങനെ പിന്നെന്ന് പഠിച്ചത്, ഏത് കാര്യത്തിലും അതീവമായ ശ്രദ്ധയുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. അതിന് പറഞ്ഞത് ഒരു ശരാരി, ഇങ്ങനെ കണ്ടാ പറയും, കൊല്ലൻ അല്ലെങ്കിൽ അമ്പ് ഉണ്ടാക്കുന്നവൻ, അവനിൽ നിന്നാണ് പഠിച്ചത്. ഒരു ദിവസം ഒരു രാജാവ് വിളിച്ചിട്ട് ഒരു കൊല്ലനോട് പറഞ്ഞു, നിനക്ക് ഒരു ദിവസം എത്ര അമ്പുണ്ടാക്കാൻ പറ്റും? പറഞ്ഞു, എനിക്ക് 15 അമ്പേ ഉണ്ടാക്കാൻ പറ്റും. അതെയോ, ഇന്ന് എനിക്ക് 50 അമ്പ് തയ്യാറാക്കി തരണമെന്ന് പറഞ്ഞു. ആരോട്? ഈ അമ്പ് കൊല്ലനോട്. ഇവൻ ജീവിച്ചാൽ നടക്കില്ല, 15 എണ്ണം മാക്സിമം. 50 എണ്ണം ഇന്ന സമയത്ത് എത്തിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ തല കാണുവാനാന്ന് ആരോട് പറഞ്ഞു? കൊല്ലനോട്. പാവം പിറ്റേ ദിവസം വീട്ടിൽ വന്നിട്ട് അതിരാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുക? അമ്പുണ്ടാക്കുക. ഈ സമയത്ത് ആ വഴിയിലൂടെ രാജാവിന്റെ വലിയ ഘോഷയാത്ര, അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഘോഷയാത്ര, പാമ്പാടി രാജൻ, തിരുവനന്തപുരം മംഗലാംകുന്ന് കർണൻ, ഇവരൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വലിയ പമ്പമേളം, അതേപോലെ തന്നെ വലിയ വലിയ ആൾക്കാരുടെ ചെണ്ടമേളം, ഇതെല്ലാം കൊട്ടിക്കൊണ്ടാ പോകുന്നത്. തന്റെ വാതിക്ക കൂടെ എല്ലാം തന്റെ മുമ്പിൽ കൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ എന്ത്, ഇതെല്ലാം പോയിട്ടും ആരും വിവരം അറിഞ്ഞില്ല. ഈ കൊല്ലൻ അറിഞ്ഞില്ല. കൊല്ലന്റെ ശ്രദ്ധ മുഴുവൻ ഏതിലായിരുന്നു? ഈ അമ്പുണ്ടാക്കുന്നതിൽ. നേരം വൈകുന്നേരമായപ്പോഴത്തേക്ക് 50 അമ്പും തയ്യാറായി. ഇപ്പൊ എന്തായി? ഏകാഗ്രത മനസ്സിൽ ഒരു ലക്ഷ്യബോധം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ആ ലക്ഷ്യം നേടിയെടുക്കാമെന്ന് ഞാൻ ആരിൽ നിന്നും പഠിച്ചു? ഈ കൊല്ലനിൽ നിന്നും പഠിച്ചു. മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നതാണ് കുഴപ്പം എന്ന് ഞാൻ പഠിച്ചത് കൊണ്ട് കൊല്ലനും എന്റെ ഗുരുവാണ്. ഇങ്ങനെ 24 ഗുരുക്കന്മാരെ ആര് സ്വീകരിച്ചു? അങ്ങനെ സ്വീകരിച്ചുകൊണ്ടെന്ന് പറഞ്ഞാണ് 24 ഗുരുക്കന്മാരെ അവിടെ പറഞ്ഞ. മണി 12ആയി, ഇനിയും കിടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പിന്നീടാണ് ഉദ്ധവോപദേശം ആരംഭിക്കുന്നത്. ഞാൻ പറയുന്നില്ല, ആദ്യത്തെ ഒരു ചോദ്യം മാത്രം പറയുകയാണ്. ഉദ്ധവർ ചോദിച്ചു, ഭഗവാനെ, ബദ്ധനെന്നും മുക്തനെന്നും ഞാൻ കേട്ടിരിക്കുന്നു. ബദ്ധനാര്, മുക്തനാര്? ആദ്യത്തെ ചോദ്യമാണ് ഉദ്ധവോപദേശത്തിലെ. ബദ്ധനാര്, മുക്തനാര്? ആട്ടെ, ഈ ബദ്ധനും മുക്തനും ഒരിടത്ത് തന്നെയാണോ ഉള്ളത്? വളരെ സിമ്പിൾ, നമ്മൾ പറഞ്ഞതാ. അതുകൊണ്ടാ പെട്ടെന്ന് തീർത്ത. കാപിലം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാ. നമ്മള് കാപിലം പറഞ്ഞപ്പോൾ പറഞ്ഞു, രാത്രി കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത് എന്നെ നായയിട്ട് ഓടിക്കുന്ന. ഞാൻ ആരുടെ മുമ്പേ ഓടുകയാണ്? നായയുടെ മുമ്പേ ഓടി. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ നായ എന്നെ പിടിച്ചു. ഞാൻ എവിടെ കിടക്കുകയാണ്? നായയുടെ വായിൽ കിടക്കുക. വേദന തിന്നുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. ആ നായയുടെ വായിൽ കിടക്കുന്ന ഞാൻ, ആ വായിൽ കിടക്കുന്ന എന്നെ കാണുന്നതാരാ? അത് ഞാൻ തന്നെ. അപ്പൊ എന്നിൽ 2 ഞാനുണ്ട്. നായയുടെ വായിൽ കിടക്കുന്ന ഞാനുമുണ്ട്, നായയുടെ വായിൽ കിടന്ന എന്നെ കാണുന്ന, അതിന് സാക്ഷി എന്ന് പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സാക്ഷിയായിരിക്കുന്ന ഞാനുമുണ്ട്, ആ ദുഃഖം, വേദന അനുഭവിക്കുന്ന ഒരു ഞാനും ഉണ്ട്. ഈ 2 ഞാന്മാരിൽ ബന്ധനത്തിൽ കിടക്കുന്നത് ആരാ? ബന്ധനം എന്ന് പറഞ്ഞാൽ കെട്ട്. ആരാ? ഈ കെട്ടിക്കിടക്കുന്നതാ കുഴപ്പം. അതുകൊണ്ടാണ് പണ്ട് എഴുത്തച്ഛൻ പറഞ്ഞത്, കെട്ടാ ഇനിമേൽ, എന്താ പറഞ്ഞത്? കെട്ടാ ഇനിമേൽ, അയ്യോ, കെട്ടുകളായത് കർമ്മം പുരുഷന്, കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം, കെട്ടുകളോ ബലഭുക്തിയാതീരും. എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ കോട്ടയം സൈഡില് ഈ ചില പ്രത്യേകിച്ച് ക്രിസ്തീയ മതത്തിലുള്ളവരാണ്. ഒരു ചെറുക്കനെ കണ്ടാ ചോദിക്കുന്ന എന്താ? നീ പെണ്ണ് കെട്ടിയോന്ന്? കെട്ടിയോന്നല്ലേ, നീ പെണ്ണ് കെട്ടിയോന്ന്? പെണ്ണ് കെട്ടെന്ന് അവരുടെ വാക്കുപോലും അല്ലെ, പെണ്ണ് കെട്ടിയോന്ന്. അപ്പൊ ആ ചോദ്യത്തിൽ തന്നെ ഉടക്ക. എന്താ കാര്യം? കെട്ടുന്നത് ആരാ? ചെറുക്കന, പെണ്ണല്ലല്ലോ. ചോദിച്ചത് എങ്ങനാ? പെണ്ണ് കെട്ടിയോന്നല്ലേ. യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് എങ്ങനാ? നീ പെണ്ണിനെ കെട്ടിയോന്നാ. പക്ഷെ അതാ ശരി, അവര് ചോദിച്ചതാ.
പെണ്ണ് കെട്ടിയോന്നാ, ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് നടന്ന ചെറുക്കനാ. കെട്ടിയതോടുകൂടി ഇപ്പൊ ആരുടെ കെട്ടിനകത്താ? പെണ്ണിന്റെ കെട്ടിനകത്താ. അതുകൊണ്ട് പറഞ്ഞു കെട്ടുകളായത് ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കെട്ടുണ്ടായപ്പോ ചോദിച്ച ഒരാളെയോ ഞങ്ങൾ കെട്ടിപ്പോയല്ലോ, ഇനി എന്താ മാർഗം? ആ കെട്ടുകളായത് കർമ്മം, നിന്റെ പൂർവജന്മ കർമ്മഫലമായിപ്പോ ആരെ ഒരാളെ കെട്ടിയിരിക്കുന്നത്, അതിനെയും പോവോ? ഇനി പോകും. എപ്പോഴാ ഇതിന്ന് ചാടിപ്പോവാൻ പറ്റൂ? കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം എന്ന് ഡൈവോഴ്സ് ആകുന്നോ അന്ന് ഇവന് മോചനം ഉള്ളതാണ്. കെട്ടുകളറ്റേ മുക്തി വരും, മോചനം കിട്ടും. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ, കല്യാണം കഴിച്ചു പോയല്ലോ. അതിന് ഉത്തരം പറഞ്ഞു, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, കെട്ടുകളോ ബലഭുക്തിയാതീരും. കെട്ടിയവനൊക്കെ അനുഭവിക്കും. ഇപ്പൊ കെട്ടിയവരൊക്കെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അതുകൊണ്ട് പറയാ, കെട്ട ഇനിമേൽ ദയവ് ചെയ്ത് ചെറുപ്പക്കാരോട് പറയാ, മക്കളെ ഏത് പണിക്ക് പോവല്ലേ, കാരണം ബന്ധനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്വപ്നത്തിൽ ബന്ധനത്തിൽ കിടക്കുന്നത് ആരാ? ഏത് ഞാനാ? പട്ടിയുടെ അല്ലേ, പട്ടിയുടെ വായിൽ കിടക്കുന്ന ഞാനാണ് ബന്ധൻ, അല്ലെങ്കിൽ ബന്ധനത്തിൽ കിടക്കുന്നത്. കാണുന്നവൻ ബന്ധനത്തിലാണോ? അല്ല. അപ്പൊ ബദ്ധനാരാ? ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെക്കുക, ഞാൻ സമയമുള്ളതുകൊണ്ടാ. ബദ്ധനായി കിടക്കുന്നത് ആരാ? അവിടെ നായിയുടെ വായിൽ കിടക്കുന്ന ആ ആളിന്റെ പേരാണ് ജീവൻ. അപ്പൊ എന്റെ ഉള്ളിലുള്ള ജീവനാണ് ബദ്ധൻ, ബന്ധനസ്ഥൻ. ഈ ഭാര്യ, പുത്രൻ, ശരീരം, ഇന്ദ്രിയം, വിഷയങ്ങൾ, ഇതുമായിട്ട് ബന്ധനത്തിലായിരിക്കുന്നത് ആരാ? നമ്മുടെ ഓരോരുത്തരുടെയും ശരീരവും അല്ല, ജീവനാണ്. അപ്പൊ ബന്ധനസ്ഥനായ ഒരുത്തനുണ്ട് നമ്മളിൽ, ഇല്ലേ? അവന്റെ പേരാണ് ജീവൻ. മുക്തനായ വേറൊരുത്തനുമില്ലേ? കണ്ടുകൊണ്ട് നിന്ന ഒരു ഞാനുണ്ടോ? സാക്ഷി. അപ്പൊ ബദ്ധനും ഉണ്ട്, മുക്തനും ഉണ്ട്. ആട്ടെ, ഇവർ രണ്ടുപേരും എവിടെ തന്നെയാ? ഇവിടെ തന്നെയാ. അതാ ചോദ്യം, ബദ്ധനാര്, മുക്തനാര്? മുക്തൻ എന്ന് പറയുന്നത് നമ്മളിലുള്ള ആത്മചൈതന്യം, ബദ്ധൻ എന്ന് പറയുന്നത് നമ്മളിലുള്ള ജീവാത്മാവ്. അത് രണ്ടും എവിടെ തന്നെയാ? ഈ ശരീരത്തിൽ തന്നെ. അതാണ് ബദ്ധനും മുക്തനും. ആദ്യത്തെ ഇനിയുണ്ട്, രക്ഷയില്ല. നീ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും കാലത്ത് വരുവാണെങ്കിൽ അന്ന് പറയാം. അന്നേരം ഓർത്താൽ മതി, ആദ്യത്തേത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഉള്ളത് കേൾക്കാൻ അതേ നിവൃത്തിയുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ പോയാൽ ഇനി വായിക്കാനുണ്ട്. തന്നെയല്ല, നിങ്ങളുടെ അത് ഞാൻ പരീക്ഷിക്കേണ്ടി വരും. ഏതാ 24 ഗുരുക്കന്മാരിലെ ആദ്യത്തെ, ഇന്നലെ തന്നെ ഇല്ലായിരുന്നു എനിക്കറിയാം. അപ്പൊ പിന്നെ ഇന്നൊട്ടുണ്ടാവില്ല, ഞായറാഴ്ചയും കൂടെ. ഒരു തരത്തില ഇവിടെ ഒന്ന് ഞായറാഴ്ചയായിട്ട് നല്ല കല്യാണം വരെ ക്യാൻസൽ ചെയ്ത് വന്നവരുണ്ടാവും. അതുകൊണ്ട് വേണ്ട, നമുക്ക് തൽക്കാലം ആദ്യത്തെ വർഷമല്ലേ, എല്ലാം കൂടി ഇപ്പൊ അങ്ങോട്ട് എടുക്കണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ പോയി, അല്ല ഉദ്ധവരെ യാത്രയാക്കി ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി. അതിനുശേഷം ഇവരെയും കൂട്ടിക്കൊണ്ട് സ്ത്രീകളോട് പറഞ്ഞു ശംഖോദ്ധാരത്തിൽ പോവുക, ആണുങ്ങളോട് പറഞ്ഞു പ്രഭാസത്തിൽ വരാൻ. അവിടെ വെച്ച് മദ്യം കഴിപ്പിച്ചു, പരസ്പരം ലെക്ക് കെട്ടു, തമ്മിൽ തല്ലി, ഇരകപ്പുല്ലുകൾ വരെ പറിച്ച് അടിച്ചു, എല്ലാം നശിച്ചു. അങ്ങനെ ഉദ്ധവരെ യാത്രയാക്കി ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി. അതോടുകൂടി ഏകാദശ സ്കന്ധം തീർന്നു. പിന്നീട് നമ്മൾ വീണ്ടും പരീക്ഷത്തിന് പിന്നീട് പറഞ്ഞു. അതിനുശേഷം കൽക്കിയുടെ അവതാരം, അതിനു ശേഷം പരീക്ഷിത്ത് മഹാരാജാവിന് ചോദ്യമെല്ലാം കേട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഭാഗവതം ആരംഭിച്ചപ്പോൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. അതുകൂടെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ എടുത്തത്. എന്താണ് ചോദ്യം? പരീക്ഷിത്ത് മഹാരാജാവ് ശുകനോട് ചോദിച്ചത് മറന്നുപോയി. മരണമെടുത്തവന്റെ കർത്തവ്യം എന്ത്? പരീക്ഷിത്ത് പറഞ്ഞു, അങ്ങയുടെ ഉത്തരമെല്ലാം എനിക്ക് മനസ്സിലായി. മരണമെടുത്തവന്റെ കർത്തവ്യം എന്ത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറയില്ല എന്നറിയാം, ഞാൻ തന്നെ ഉത്തരം പറഞ്ഞേക്കാം. മരണം ആർക്കാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ മരണം സംഭവിക്കുന്നത്, വീണു പോകുന്നത് എന്താണ്? ഈ ശരീരമാണ്. ഏതിന് നാശമില്ല? ഈ ജീവനെന്ന ജീവാത്മാവ്, അല്ലെങ്കിൽ
ആ ചൈതന്യത്തിന് നാശമില്ല. അതാ മുമ്പ് പറയുന്ന ജായതേ മ്രിയതേ, ഉണ്ടാകുന്നുമില്ല നശിക്കുന്നുമില്ല എന്ന് ഞാൻ ഏതിൽ നിന്നും പഠിച്ചു? അങ്ങയുടെ ഉപദേശത്തിൽ നിന്നും പഠിച്ചു. അപ്പൊ വീണു പോകുന്നത് ഏതാണ്? ഈ ശരീരമാണ്. ഈ ശരീരം നശിക്കുന്നതാണ്. ഇനി തക്ഷകൻ വന്ന് കടിക്കുവോ കൊല്ലുവോ ചാവുവോ എന്തു വേണേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്താണ് ശുഗന് ദക്ഷിണയെല്ലാം കൊടുത്ത് പരീക്ഷിത്ത് യാത്രയാക്കി. സമയമായപ്പോൾ ആരെത്തി? തക്ഷകനെത്തി, ദംശിച്ചു. ഈ ശരീരം ആരുപേക്ഷിച്ചു? പരീക്ഷിത്ത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. വീണ്ടും നമ്മൾ ഭാഗവതത്തിന്റെ തുടക്കത്തിലേക്ക് വരികയാണ്. ഏതാണ് സന്ദർഭം? നൈമിശാരണ്യത്തിൽ ഇരുന്നു കൊണ്ട് ശൗനകാദി മഹർഷിമാർക്ക് സൂതൻ കഥ പറയുന്നു. അവരും പറഞ്ഞു, ഇത്രയും ഭഗവത് ചരിത്രങ്ങൾ കേട്ടതോടുകൂടി ഞങ്ങൾക്കെല്ലാം മനസ്സിലായിരിക്കുന്നു ഭഗവാന്റെ മഹാത്മ്യങ്ങളെ പറ്റി. അതുകൊണ്ട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ഒരു ചെറിയ സംശയം കൂടെ ഉണ്ട്. മാർക്കണ്ഡേയൻ എന്നു പേരുള്ള മഹർഷി, അദ്ദേഹം പുരാണമൊന്നും എഴുതിയിട്ടില്ല. എന്നാലും അദ്ദേഹത്തെയാണ് പുരാണാചാര്യൻ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണിത്? അവിടെ വെച്ചാണ് ഒരു ചെറിയൊരു കഥ പറയുന്നു. ഒരിക്കൽ മാർക്കണ്ഡേയ മഹർഷി തന്റെ ആശ്രമത്തിൽ ഇരിക്കുകയാണ്. ആ ആശ്രമത്തിലേക്കാണ് നരനാരായണന്മാർ എന്ന് പറയും. നമ്മൾ പറഞ്ഞതാ ഭഗവാന്റെ അവതാരം. ഈ നരനാരായണന്മാർ ഒരിക്കൽ മാർക്കണ്ഡേയ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തി. അവിടെ വെച്ച സംസാരമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നരനാരായണന്മാരോട് മാർക്കണ്ഡേയൻ ചോദിച്ചു, ഭഗവാനെ മായ എന്ന് കേട്ടിരിക്കുന്നു, ഞാൻ ഇന്ന് വരെ മായ കണ്ടിട്ടില്ല. മായ എനിക്കൊന്ന് കാണണമെന്ന്. നമുക്കിപ്പോൾ മായ കാണണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. എന്താ കാര്യം? നമ്മൾ മായയിലാ കിടക്കുന്നത്. അപ്പൊ മായയ്ക്ക് അപ്പുറം ഉള്ളതിനെ കാണാനാ അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നു. ഈ മാർക്കണ്ഡേയാദികളൊക്കെ ഈശ്വരനെ അറിഞ്ഞവരാ. അവർക്ക് ഏതറിയില്ല? മായ അറിയില്ല. അതുകൊണ്ട് അവർ ചോദിച്ചു, മായ കാണണമെന്ന്. അപ്പൊ പറഞ്ഞു, അയ്യോ മായ ഇവിടെ അല്ല മാർക്കണ്ഡേയ, പിന്നെ ഇവിടെ കാന്യകുബ്ജം കാശിയിലാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്, താൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരാം, ഞങ്ങൾ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു. നരനാരായണന്മാർ അങ്ങോട്ട് മാറിയുന്നു. ഈ സമയത്താണ് മാർക്കണ്ഡേയന്റെ ബോധമൊക്കെ പോയി. പെട്ടെന്ന് നോക്കുന്ന താൻ തന്റെ ആശ്രമത്തിൽ ഇരിക്കുന്നു. അടുത്ത നിമിഷം തന്നെ അതിഭയങ്കരമായ പ്രളയം, മഴ പെയ്തിട്ട് വെള്ളം പൊങ്ങി വന്ന് മാർക്കണ്ഡേയന്റെ ആശ്രമം മുക്കി. മാർക്കണ്ഡേയൻ ഇരിക്കുന്ന പാറയിലേക്ക് വെള്ളം കയറി. അങ്ങനെ പൊങ്ങി വന്ന് അവസാനം മാർക്കണ്ഡേയനെയും എവിടെ മുക്കി? വെള്ളത്തിൽ. മാർക്കണ്ഡേയൻ ഇങ്ങനെ വെള്ളത്തിലൂടെ നീന്തി നടക്കുക. കര കാണാനില്ല, ഒരാളുകളെയും കാണാനില്ല. രക്ഷപ്പെടണമെന്നുള്ള തീവ്രമായ ആവശ്യകതയോട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ദൂരെ എന്തോ ഒന്ന് കിടക്കുന്ന കണ്ടത്. നോക്കിയപ്പോൾ ഒരു ആലല. അതാണെങ്കിൽ കച്ചുത്തുരുമ്പ് കിട്ടിയാലും പിടിക്കുമല്ലോ. നേരെ നീന്തി ആ ഇലയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. അവിടെ ആ ഇലയിൽ ഒരു പട്ടപത്രം അല്ലെങ്കിൽ ആലില, ഏതാ വാലിന്റെ ഇല കിടക്കുകയാണ്. ആ ഇല കിടക്കുന്നു. നോക്കുമ്പോ അതിലൊരു ശിശു കിടക്കുന്നു. ആ ശിശുവിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവന്തേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. പൂന്താഷ്ടകം. എന്താണ്? തന്റെ ഇടതുകാലിലെ തള്ളവിരൽ വായിൽ വെച്ച് കുടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണ് കണ്ടത്. മാർക്കണ്ഡേയൻ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞെന്ത് ചെയ്തു? ശ്വാസം ഒറ്റ വലി. ഒരു കൊതുകിനെ പോലെ ആരകത്ത് കയറിപ്പോയി. മാർക്കണ്ഡേയൻ അവിടെ ചെന്നപ്പോഴോ വെള്ളവും ഇല്ല, ഒന്നുമില്ല. താൻ സുന്ദരമായിട്ട് തന്റെ ആശ്രമത്തിൽ ഓടി നടക്കുന്നു. അടുത്ത നിമിഷം കുഞ്ഞ് മൂക്കിൽ നിശ്വസിച്ചു. ഡുംമെന്ന് പറഞ്ഞ് എവിടെ വന്ന് വീണു? വെള്ളത്തിൽ. വീണ്ടും വലിച്ചു അകത്ത്. ഇങ്ങനെ ഒരു 10-15 പ്രാവശ്യം ഈ പണി ആരെ കൊണ്ട് നടത്തി? മാർക്കണ്ഡേയനെ കുറിച്ച്. അങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് മാർക്കണ്ഡേയൻ ഉണർന്നു. പഴയതുപോലെ എവിടെ ഇരിക്കുക? തന്റെ ആശ്രമത്തിൽ. അപ്പൊ നരനാരായണന്മാർ അവിടെ ഇപ്പുണ്ട്. പോകാം നമുക്ക് കാശിയിലേക്ക്. മായ കാണാൻ. എന്ത് മായ? ഭഗവാനെ മായ വേണ്ട, ഒരു മാങ്ങാത്തോലിയും വേണ്ട. ഒറ്റ നിമിഷം കൊണ്ട് 10,000 വർഷത്തെ മായ ആര് കണ്ടു കഴിഞ്ഞു? അവിടെ വെച്ച് മായാദർശനം ആർക്ക് കൊടുത്തു? മാർക്കണ്ഡേയന്. അതിനുശേഷം അവിടെ വെച്ച് ഇവര് ഉപദേശിച്ചു കൊടുത്തു, മാർക്കണ്ഡേയ നീ ശ്രേഷ്ഠനായ മഹർഷിയാണ്, അതുകൊണ്ട് ഇന്നു മുതൽ നീ ആയിരിക്കും പുരാണങ്ങളുടെ ആചാര്യൻ എന്നുള്ള സ്ഥാനം അവിടെ വെച്ച് നരനാരായണന്മാരാണ് ആർക്ക് കൊടുത്തത്? മാർക്കണ്ഡേയന് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ആ കഥ പറഞ്ഞ് പിന്നെ ചില ഗോളങ്ങളുടെ ഒരു വിവരണവും ആദിത്യ ചന്ദ്രാദികളുടെ വിവരണവും പറഞ്ഞുകൊണ്ടാണ് 11ാമത്തെ അധ്യായവും തീർന്നു. പിന്നീടാണ് വളരെ പ്രസിദ്ധമായ ഭാഗവത സംഗ്രഹം എന്ന് പറയുന്ന ആ അധ്യായം വായിക്കാൻ പോകുന്നത്. അതും വായിച്ച് ഭാഗവത സമർപ്പണം എന്നുള്ള ഭാഗം കൂടെ വായിച്ച് പൂർണ്ണമായിട്ടും കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ കലശം പൂജിച്ചു വച്ചിരിക്കുന്നത് അഭിഷേകം ചെയ്യും. അതിനുശേഷം ഭഗവാന്റെ അവതാരം. ഇപ്പൊ ഭഗവാനെ സ്വധാമത്തിലേക്ക് വിട്ടിരിക്കുക. ഇനിയും വീണ്ടും എന്ത് ചെയ്യും?
ഭഗവാന്റെ അവതാരം വായിച്ചുകൊണ്ടായിരിക്കും ദീപാരാധനയോടുകൂടി യജ്ഞം സമർപ്പിക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അന്നേരം പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ശബരിവരപുത്ര ശബരിഗിരീശ ശരണം മേ തവ ചരണയുഗം. ശരണം. ഇനി എല്ലാവരും ഇരിക്കുക. ഇനി ആ ഭഗവാന്റെ അഭിഷേകം ചെയ്യുവാനായിട്ടുള്ള ആ കലശം പൂജിച്ചു വച്ചിരിക്കുകയാണ്. ആ കലശം സാളഗ്രാമത്തിലും ഭഗവാന്റെ പൂജ കഴിച്ച വിഗ്രഹത്തിലും കൂടെ അഭിഷേകം ചെയ്യും. ആ അഭിഷേകം കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ നേദ്യം അവിടെ നടക്കും. ആ സമയത്ത് ഈ യജ്ഞം 1-2 വാക്കിൽ ഉപസംഹരിച്ചിട്ട് വീണ്ടും ഭഗവാന്റെ അവതാരം വായിച്ചുകൊണ്ടായിരിക്കും സമാപന ദീപാരാധന നടക്കുന്നത്. അത് കഴിഞ്ഞ് ദക്ഷിണ, അതേപോലെ തന്നെ ശ്രോതാക്കൾക്ക് താല്പര്യമുള്ളവർക്ക് ദക്ഷിണ സമർപ്പിക്കാം. അത് കഴിഞ്ഞ് അന്നദാനത്തിൽ പങ്കെടുക്കുക. അതേപോലെ തന്നെ കൃഷ്ണവിഗ്രഹം പറഞ്ഞിട്ടുള്ളവര് ആരൊക്കെയാന്ന് വെച്ചാൽ അവരുടെ കൃഷ്ണവിഗ്രഹം ഈ യജ്ഞശാലയും ഭദ്രദീപം എടുക്കുന്നതിന് മുമ്പ് തന്നെ അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നല്ലത്. അപ്പോ ആ ഒരു എന്താ പറയാ, ഒരു അനുഗ്രഹം അവിടെ ഉണ്ടാവും. അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയും ഭഗവാന്റെ ആ വിഗ്രഹങ്ങളിലേക്ക് ആ നീലാഞ്ജനം ഒഴിഞ്ഞ് കലശമെടുക്കും. കലശം അഭിഷേകം ചെയ്യുമ്പോഴും നീലാഞ്ജനം എടുക്കുമ്പോഴൊക്കെ ഇനി പറയാൻ ഇടയാവരുത്. എന്ത് വേണം? നാമം ജപിക്കണം. അല്ലെങ്കിൽ അറിയല്ലേ, അമ്പലത്തിലൊക്കെ അഭിഷേകം കണ്ടിട്ടുള്ള നവകമൊക്കെ നമ്മൾ അഭിഷേകം കാണുന്ന. അപ്പോൾ കുരുവയൊക്കെ ഇട്ട് ആ ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടി വേണം. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഇവിടം വരെ എത്തിച്ചേരാൻ സാധിച്ചു. അതുകൊണ്ട് ആ നാമജപത്തോടും കുരുവയും ഒക്കെ ആയിട്ട് വേണം ആ അഭിഷേകം നടക്കാൻ എന്നോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹരേ രാമ മന്ത്രം ചൊല്ലും. എല്ലാവരും ഏറ്റവും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓ നമോ ഭഗവതേ വാസല്ലാരും ഇനി യഥാസ്ഥാനങ്ങളിൽ ഇരിക്കുക. 2 വാക്കുകൊണ്ട് ഒന്ന്, എല്ലാവരും ഇത് പൂർണ്ണമായി കഴിഞ്ഞിട്ടായിരിക്കും ഇന്ന് അന്നദാനം ആരംഭിക്കുന്നത്. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങേയറ്റം 1:10, അതിൽ കൂടുതൽ ഒട്ടും പോവില്ല, ഉറപ്പുണ്ട്. ഈ ചൂരക്കുളങ്ങര, ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര മഹാദേവി ക്ഷേത്രത്തില് ഇതം പ്രഥമമായാണ് ഒരു ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. സപ്താഹയജ്ഞങ്ങളിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കൂടി നമ്മുടെ നാട്ടിലെ പരദേവതയുടെ മണ്ണിലിരുന്നു കൊണ്ട് സപ്താഹം കേൾക്കുന്നത് പോലെ ശ്രേയസ് വേറൊന്നിനും നമുക്ക് തോന്നില്ല. ഏതായാലും ഭഗവാന്റെ അനുഗ്രഹം, ദേവിയുടെ നിങ്ങളോടുള്ള കടാക്ഷം, അതായിരിക്കാം ആ ക്ഷേത്ര ട്രസ്റ്റിനോ അല്ലെങ്കിൽ അതിന്റെ ഭരണകർത്താക്കൾക്കോ ഒരു സപ്താഹം നടത്തണമെന്നുള്ള ചിന്ത കുറെ കാലങ്ങളായി ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ യജ്ഞത്തില് ഞാൻ എത്തിപ്പെടുന്നത്. കാരണം ഞാൻ ഇതിന്റെ ക്ഷേത്രഭാരവാഹികളുമായുള്ള ഒരു അടുപ്പോ, ഞാൻ ഈ ഒരു അമ്പലം പോലും എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ അമ്പലം ഉണ്ടെന്ന്. അതിന് കാരണം നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയായ ഉണ്ണികൃഷ്ണൻ സാറാണ് ഇങ്ങനെ ഇവിടെ സപ്താഹം വേണമെന്ന് വന്നപ്പോൾ എൻ്റെ പേര് നിർദ്ദേശിച്ചു. അപ്പോൾ തിരുമേനി പറഞ്ഞു എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം സാറ് സംശയത്തിലാണ് വിളിച്ചത്. കാരണം ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക് നേരത്തെ തന്നെ എനിക്ക് ആവുന്നതാണ്. എന്തോ ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പിടിച്ചിട്ടതാണ്. ഡേറ്റ് വേറെ സപ്താഹം എനിക്ക് വന്നതാണ്, കരുനാപ്പള്ളി ഭാഗത്തുനിന്ന് സപ്താഹം വന്നതാണ്. എന്തോ ഞാൻ അതിന് പോയില്ല. കാരണം എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു ഉള്ളില്, വാല്യുവേഷന് പോകേണ്ടി വരും എന്നൊരു ധാരണ ഉള്ളത് കൊണ്ട് ഫസ്റ്റ് വീക്ക് എടുക്കണ്ട, അഥവാ സെക്കൻഡ് വീക്ക് ആണെങ്കിലും ഒരു 5-6 ദിവസം വാല്യുവേഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞു ചാടാം, അങ്ങനെ കരുതിയാണ് ഇരുന്നത്. പക്ഷെ സാറ് വിളിച്ചത് കൊണ്ട് മാത്രമാണ്. സാർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ആദ്യമായിട്ടുമാണ്, അതെ അമ്മ നിയോഗിച്ചു, അതെ അതാണ് അതിന്റെ ശരി. അങ്ങനെ സാറ് പിന്നെ ഞാനിവിടെ ഏറ്റുമാനൂര് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള ക്ഷേത്ര സംരക്ഷണ സമിതി ഓഫീസിന്റെ അവിടെ വന്ന് കൊറോണയ്ക്ക് മുമ്പ് വരെ ആ ഓഫീസിൽ വന്ന് ഭാഗവത ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉണ്ണികൃഷ്ണ സാറിനെ പരിചയപ്പെടുന്നത്. അതിനേക്കാൾ ഉപരി ഞാൻ പോയി ഇങ്ങനെ നിന്നോണ്ടിരുന്നയാളാണ്. കാരണം സാറ് വിദ്യാഭ്യാസ വകുപ്പിൽ എന്റെ ഹെഡായിരുന്നു. സാറ് സൈൻ ചെയ്താലേ എനിക്ക് എന്തെങ്കിലും നടക്കുള്ളൂ. അങ്ങനെയുള്ള അത് സാറിന്റെ മുമ്പിലാണ് ഞാൻ വന്ന് കേമനായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ സാറിനെ സാറങ്ങനെ വായിക്കുന്നെങ്കിൽ എനിക്ക് അങ്ങനെ കാണാനേ
സാധിക്കില്ല. കാരണം സാർ എൻ്റെ മേലധികാരി ആയിരുന്നു. സാർ ഈ ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ പേപ്പറുകൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ എങ്കിൽ പോലും സാറിന്റെ ആ എളിമയും ഇതൊക്കെ കാണുമ്പോൾ എനിക്കാ ലജ്ജ തോന്നുന്നത്. സാറിന്റെ കാലത്തൊട്ട് വരാൻ വരുമ്പോൾ ഞാൻ ഓടി മാറുക. എനിക്ക് മറ്റൊരു അബദ്ധം ഉണ്ടായിട്ടുണ്ട് സാറേ. നമ്മുടെ ഉത്രമേൽക്കാവിൽ വെച്ച് നമ്മുടെ അഴിയിടത്തീറ ഉത്രമേൽക്കാവിൽ ഇതുപോലെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സപ്താഹമല്ല, അവിടെ നവാഹമാണ്, ദേവി ഭാഗവത നവാഹമാണ്. നവരാത്രി കാലഘട്ടത്തിൽ അവിടെ നടക്കുകയാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ ഈ മുറിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നെ കണ്ടിട്ടുണ്ടോ, പരിചയമുണ്ടോ? നമ്മൾ എവിടെയോ കണ്ടു പരിചയമുണ്ട്. കാരണം ഞാൻ ഈ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലും പോകുന്നതുകൊണ്ട് ആരെ എവിടെയാണ് എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, എന്നാലും ഓർത്ത് നോക്ക്, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും അമ്പലത്തിൽ വന്നുള്ള പരിചയം. എന്നാ അമ്പലത്തിലല്ല, DO വെച്ചാ കണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു. എന്താ പ്രസന്റ് ടൈമിലെ DOയാ വന്ന് നിൽക്കുന്നത്. സാറിനറിയാം അദ്ദേഹത്തിന്. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ചെന്ന് വീഴുമ്പോ പല തരത്തിലുള്ള ആളുകളെ ഇങ്ങനെ പരിചയപ്പെടും. സാറുമായിട്ട് അങ്ങനെ ഒരു ബന്ധമാണ് ഉണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് സാറിനോട് പറഞ്ഞത് ഞാൻ തന്നെ വരണം. ഏതായാലും മടിക്കാണെങ്കിലും ഞാൻ ഏറ്റു. പലതായാലും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ക്യാമ്പ് പോകേണ്ടി സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ടെൻഷനാണ്. ഏതായാലും അങ്ങനെ അവിചാരിതമായി ഇവിടെ വന്നു. തിരുമേനിക്കും പരിചയമില്ല. തിരുമേനി വിശ്വസിച്ചത് സാറിനെയാണ്. അപ്പൊ ആ സാറിന്റെ വിശ്വാസം കാക്കുക എന്നുള്ള എന്റെ ധർമ്മമാണ്. ഏതായാലും 7 ദിവസങ്ങളിലായിട്ട് ഇവിടെ വന്നിരുന്ന് ഈ നാടുമായിട്ടും ഇവിടെയുള്ള ആളുകളുമായിട്ട് സജ്ജനങ്ങളുമായിട്ടും ഒക്കെ ഒന്ന് സംവദിക്കാൻ സാധിച്ചു. ഇതൊക്കെ സാധിച്ചത് ഭാഗവതം എന്ന ആ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തോട് നൽകുന്ന ബഹുമാനമാണ് എനിക്ക് നൽകുന്ന ബഹുമാനം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ള ഇത്രയും കാലം. അതുകൊണ്ട് ഇത്രയും ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് പാരായണം ചെയ്തു, പൂജകൾ നടന്നു, എൻ്റെ വായിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഹിതകരമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാവട്ടെ ഈ 7 ദിവസങ്ങളിലെ യജ്ഞപ്രസാദം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, എന്തെങ്കിലും നന്മകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്നെ ഈ രംഗത്തേക്ക് കൈപിടിച്ചു ഉയർന്നുവന്ന എൻ്റെ പിതാവാണ്. അതിനോടൊപ്പം തന്നെ എന്നെ സംസ്കൃതം പഠിപ്പിച്ച ആളുണ്ട്. അതേപോലെ തന്നെ എന്നെ ഭാഗവതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ നിരവധി ആളുകളുണ്ട്. സച്ചിദാനന്ദ സ്വാമിയുണ്ട്, NP നമ്പ്യാതിരി അവர்களுണ്ട്. ഇങ്ങനെയുള്ള നിരവധി ഗുരുക്കന്മാരുമായിട്ടുള്ള ആ സംസർഗം, അവരുമായിട്ടൊക്കെ സംശയങ്ങളുടെ ദൂരീകരണമൊക്കെ നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവരുടെ അനുഗ്രഹം. എന്തെങ്കിലും പാഴ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ നാവിന്റെ പിഴ എന്ന് മാത്രം ഓർത്തുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും നിങ്ങൾക്ക് നന്മകൾ ഈ യജ്ഞത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആവട്ടെ, ഇതാണ് ഈ യജ്ഞത്തിന്റെ പ്രസാദം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊക്കെ ക്ഷണികമായി കിട്ടിയിരിക്കുന്ന ജീവിതകാലമാണ് ഒരു മനുഷ്യജന്മം. എപ്പോൾ വരെ ജീവിക്കുന്നു, എന്ന് പോകുന്നു എന്നൊന്നും നമുക്കൊരറിവുമില്ല. ആ കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന്റെ ഇടയിലാണ് നമുക്ക് വീണ് കിട്ടുന്ന ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ. അത് കഴിയുന്നതും പ്രായഭേദമന്യേ നമ്മൾ അതിന് വിനിയോഗിക്കാൻ ഇടയാക്കണം. ഇനിയും നിങ്ങൾക്ക് സപ്താഹങ്ങൾ കേൾക്കാനും ഈ ക്ഷേത്രത്തിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള ജ്ഞാനയജ്ഞങ്ങൾ നടക്കുവാൻ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുകൊണ്ട് ഇത്രമാത്രം ഓർപ്പിക്കുന്നു. നിങ്ങളൊക്കെ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നവരല്ലേ? ഈ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ഡ്രൈവറുടെ സീറ്റിന്റെ പുറകിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? കയ്യും തലയും. വായിച്ചിട്ടില്ലേ? ഞാൻ പറയാറുണ്ട്, ട്രാൻസ്പോർട്ട് ബസ്സുകാർ വലിയ വേദാന്തികളാണ്. കാര്യം എന്താ? കയ്യും തലയും പുറത്തിടരുതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്നവന്റെ പുറത്ത് കയ്യും തലയും ഇടരുതെന്നാണോ? അല്ല, ആ ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇടരുത്. ഇട്ടാൽ അപകടം സംഭവിക്കും, നമ്മൾ ലക്ഷ്യത്തിൽ എത്തില്ല. അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നാം ഓരോരുത്തരും സഞ്ചരിക്കുന്ന ബസ് ഏതാ? ഈ ശരീരമാണ്. ഈ ബസ്സിൽ നിന്നും അനാവശ്യമായിട്ട് എന്തിടരുത്? കയ്യും തലയും. കൈകൊണ്ട് ഉദ്ദേശിച്ചത് കർമ്മേന്ദ്രിയങ്ങൾ. തലയിലാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ: കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, കാത്. ഈ ഇരിക്കുന്നതൊക്കെ എവിടാ? ഇത് കണ്ടമാനം ഭൗതിക വിഷയങ്ങളിലേക്ക് വിടാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഈ ബസ്സിൽ നിന്നിറങ്ങി നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താം. ഇടയ്ക്ക് വെച്ച് കണ്ടമാനം വെളിയിലിട്ടാലോ
ഈ ലക്ഷ്യം പൂർത്തീകരിക്കത്തില്ല. ഇടയ്ക്ക് വേറെ ബസ്സിൽ കയറി പോകേണ്ടി വരും. അതുകൊണ്ട് ആ ബസ്സിൽ കയറാതെ മുന്നോട്ട് പോകാൻ ഈ യജ്ഞം സാധിക്കട്ടെ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആ വാചകത്തിന്റെ അടിയിൽ മറ്റൊരു വാചകം കൂടെ ഉണ്ട്. ചില്ലറ കൊണ്ട്, പറഞ്ഞില്ലേ, ചില്ലറ കൊണ്ട് യാത്ര ചെയ്യുക. എന്തുകൊണ്ടാ പറഞ്ഞത്? വലിയ അറയായിട്ടൊന്നും കയറരുത്. ഈ ബസ്സിൽ പോകുമ്പോ ചില്ലറ, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, വലിയ ആഗ്രഹങ്ങളൊന്നും പോകണ്ട. അപ്പൊ ചില്ലറയാണെങ്കിലുള്ള ഗുണം എന്താ? പെട്ടെന്ന് ഇങ്ങ് കിട്ടും, അല്ലെങ്കിൽ ഉത്തരം കിട്ടും. ഇപ്പൊ കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർക്ക് ബസ് കയറി, ടിക്കറ്റിന് കൊടുത്തത് 500 രൂപയാണ് എന്ന് കരുതുക. അവൻ കണ്ടക്ടർ പറയും ബാക്കിയില്ല, ഇറങ്ങാൻ നേരത്ത് തരാം. അന്നേരം തൊട്ട് മനസ്സിലുള്ള ചിന്ത എന്താ? ബാക്കി കിട്ടുവോ, അങ്ങേര് മറക്കുവോ, ഞാൻ മറക്കുവോ, ഞാൻ മേടിക്കാതെ ഇറങ്ങിപ്പോവോ? ഈ ചിന്തയായിട്ടാ ബസ്സിലിരിക്കുന്നത്. ആ സമയത്തായിരിക്കും പാമ്പാടി രാജനെയൊക്കെ എഴുന്നള്ളിച്ചോട് സൈഡിൽ കൂടെ പോകുന്നത്. ഇതൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം എന്താ? മനസ്സിൽ മുഴുവൻ ഏതാ? നേരെ മറിച്ച് 15 രൂപ കൃത്യം കൊടുത്താലോ, അല്ലെ 1 രൂപയെ ബാക്കി കിട്ടാനുള്ളെങ്കിലോ, കിട്ടുവാണെ കിട്ടട്ടെ, എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മൾ സുഖമായിട്ട് ഏറ്റുമാനൂർ വന്നിറങ്ങും. അതുകൊണ്ട് ഈ ജീവിതയാത്രയിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ഭഗവാനെ ലഭിക്കുക എന്നുള്ള ആഗ്രഹം, ഇത്യാദി ആഗ്രഹങ്ങളുമായിട്ട് പോയാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്താം. അങ്ങനെയുള്ള ഈ ജീവിതയാത്രയില് ഈ സപ്താഹത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് അത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷണിച്ചവർക്കും പ്രത്യേകിച്ച് സാറിനും, അതോടൊപ്പം തന്നെ 7 ദിവസങ്ങൾ എന്നേക്കായി പ്രായമുള്ളവരാണ് കേൾക്കാൻ. ഞാൻ എന്തു പറഞ്ഞാലും ഒരു സന്തോഷത്തോടു കൂടി സ്വീകരിച്ച അമ്മമാരും ഒക്കെയാണ് മുമ്പിലിരുന്ന് അമ്മൂമ്മയെന്ന് ഞാൻ വിളിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തോടു കൂടി വിളിച്ചുകൊണ്ട്, എനിക്കധികം പ്രായമില്ല, അമ്മൂമ്മയെന്ന് വിളിച്ചാൽ എന്റെ പ്രായം കുറയുമല്ലോ, അതുകൊണ്ടാണ്. ഏതായാലും എല്ലാവരോടും ഭഗവാന്റെ അനുഗ്രഹം. എല്ലാവർക്കും സ്നേഹം മാത്രം, നന്ദി പറയാറില്ല, സ്നേഹം മാത്രം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പങ്കെടുത്ത വായിക്കാതിരുന്നത് തങ്കമ്മ ചേച്ചി പൂവന്തൂരത്താണ്, കോട്ടയപ്പുറയാണ്. സാറിനെ നിങ്ങൾക്ക് പരിചയമുണ്ട്, ഞാൻ പരിചയപ്പെടുത്തേണ്ട. പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തത് എന്റെ കൂടെ സ്ഥിരമായിട്ട് സപ്താഹത്തിന് വരുന്ന രജീഷ് ശർമ്മ മുഖമേ, ഞങ്ങൾ എല്ലാവരും കൂടി കൊണ്ടാണ് ഈ യജ്ഞം പൂർണ്ണമായി സമരം. അതോടൊപ്പം നിങ്ങളുടെ സഹകരണം. ആദ്യത്തെ 2 ദിവസം ആള് കുറഞ്ഞെങ്കിലും അതങ്ങനെയാണ്. ആദ്യത്തെ ദിവസം എവിടെയും കുറവാകും. ഞങ്ങൾ പറയും നരസിംഹാവതാരം കഴിഞ്ഞാലേ അനങ്ങുള്ളെന്ന്. അത് തന്നെയാണ് ഇവിടെയും നടന്നത്. അതങ്ങനെ സംഭവിക്കൂ. ഇതായാലും ഇന്നുവരെ എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും വളരെ ഭംഗിയായിട്ട് തിരുമേനിയോടും കുടുംബത്തോടും ഉള്ള ഞങ്ങളുടെ സ്നേഹവും അറിയിച്ചുകൊണ്ട്, അതുപോലെ